നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും. എന്ത് നടന്നത്? അച്ഛന്റെ അമ്മയുടെ മുൻപില് ഞാനൊന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും. വരുൺ, ഇന്ദ്രജിത് മേനോന്റെ ഈ ഒരു സിനിമയിലൂടെ ചേച്ചി ഒരു വലിയ സ്റ്റാർ ആവും അല്ലേ? ചേച്ചി സ്റ്റാർ ആവും, പക്ഷെ നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്കുകൾ തെറ്റും അല്ലേ? ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ സിനിമ. ഇവിടെയും വരുൺ അത് നഷ്ടപ്പെടുത്തി. വരുൺ ഇവിടെയെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, പ്രിയങ്കയ്ക്ക് പകരം രാധിക പോവാൻ പാടില്ല എന്ന് അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. പകരം ഞാൻ കണ്ടതേ ചേച്ചിക്ക് ഇത് നേടിക്കൊടുക്കണമെന്ന് വരുണ് വാശിയുള്ള പോലെയാ. എന്റെ ചേച്ചി എന്നുള്ള ബന്ധമല്ലാതെ വേറെ വല്ല ബന്ധമുണ്ടോ നിങ്ങൾ തമ്മില്? എന്റെ ചേച്ചി വരുണിന്റെ ആരാ? പ്രിയങ്ക, സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും മുമ്പിൽ ഒരുപോലെ തന്നെയാ. അതിന് താനെന്തിനാ എന്നെ കുറ്റപ്പെടുന്നത്? താൻ ബഹളം ഉണ്ടാക്കിയില്ലേ? പട്ടിണി കിടന്നില്ലേ? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? തന്റെ അച്ഛൻ വിളിച്ച് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് എങ്ങനെ സാധിക്കും? തോൽപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പണ്ടും വരുണിന് ക്ഷാമമില്ലല്ലോ. ആ, കുഴപ്പമില്ല. ഭാഗ്യമുള്ളവരെ സിനിമയിൽ നായികയാവും, ഭാഗ്യമില്ലാത്തവര് വീട്ടിനകത്ത് ഒതുങ്ങും. ഈ വീട്ടിനകത്ത് ഞാൻ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞ അത് വരുണിന്റെ ഭാര്യയായിട്ടാ. ഇനി മേലാൽ തമ്മിൽ പിരിയുന്ന കാര്യം വരുൺ എന്നോട് സംസാരിച്ചു പോകരുത്. ആ അധ്യായം അവസാനിച്ചു. ഇനി ഞാൻ വരുണിന്റെ ഭാര്യ, കണിമംഗലത്തെ മരുമകളാ, ഇവിടുത്തെ എല്ലാത്തിനും അവകാശിയുവാ. അത്രയ്ക്കൊക്കെ വാശിയിൽ താൻ ചിന്തിച്ചാലേ നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും. എന്ത് നടന്നത്? അച്ഛന്റെ അമ്മയുടെ മുൻപില് ഞാനൊന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും. ഇനി എന്നോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ: എനിക്ക് സൗകര്യമില്ല. മോനെ, മുത്തശ്ശിയെല്ലാം കേട്ടോ? നിങ്ങളുടെ സംസാരം ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തശ്ശി രാധികയുമായിട്ട് ചേരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടും അതില്ലാതാക്കിയത് രാധിക തന്നെയാ. ഇനി എന്റെ ജീവിതം മുഴുവൻ ആ പോയ പെണ്ണിനെ സഹിക്കണം. മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ 10 ദിവസമല്ല 10 വർഷം കഴിഞ്ഞാലും ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന്? ഇല്ല, നിന്റെ മനസ്സിൽ നിന്നും രാധികയെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും പോവില്ല എന്ന് മുത്തശ്ശിക്കറിയാം. ഇനി പറഞ്ഞെന്നെ മോഹിപ്പിക്കേണ്ട മുത്തശ്ശി. രാധികയ്ക്കിപ്പോ എന്നോട് പിണക്കമാണ്. അയാൾ വല്ലാണ്ട് അകന്നിരിക്കുന്നു. അവളുടെ സാഹചര്യം അങ്ങനെയല്ലേ മോനെ? അവളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവള് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും, അച്ഛനമ്മമാരെ കുറിച്ച് ചിന്തിക്കും, അനുജത്തിയെക്കുറിച്ച് ചിന്തിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇപ്പൊ നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? രാധികയുടെ പിണക്കമല്ലേ? അത് മുത്തശ്ശി തീർത്ത് തന്നാലോ? എങ്ങനെ? നീ ഒന്ന് ക്ഷമിക്കേ. രാധിക വന്ന് ഇവിടെ നിന്റെ അടുത്ത് നിന്നാ പോരെ? നല്ല രീതിയിൽ സംസാരിച്ചാ പോരെ? അതിനുള്ള മാർഗം നിനക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാടാ നിന്നെ കൊച്ചുമോനെന്ന് വിളിക്കുന്നേ? മുത്തശ്ശിക്ക് കുറച്ച് സമയം താ, വളരെ കുറച്ച് സമയം. മുത്തശ്ശി രാധികയെ ഇവിടെ എത്തിച്ചിരിക്കും. മുത്തശ്ശിയോട് അല്ലാതെ എനിക്ക് ഈ കാര്യം വേറെ ആരോടും പറയാനില്ല. എനിക്ക് അയാളെ വേണം മുത്തശ്ശി. എന്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ എനിക്ക് അയാൾക്ക് കൊടുക്കണം.
നീ അവളുടെ കഴുത്തി കെട്ടിയ ഒരു താലിയുണ്ടല്ലോ, ഒരു താലിമാല. ആ മാല തന്നെയാണ് മാർഗം. ഇതെന്താ മുത്തശ്ശി? ആ, ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ? ഇതിന് വല്ല പ്രത്യേകതയുണ്ടോ? ഹായ്, അയ്യോ ഇത് എന്തൊരു ഭംഗിയാ. ഞാനൊന്ന് നോക്കിക്കോട്ടെ മുത്തശ്ശി. തൊട്ടു പോകരുത് ഇതില്. ഇതെന്താ മുത്തശ്ശി, രാവിലെ തന്നെ ഒരു ആഭരണ പ്രദർശനമൊക്കെ? പ്രദർശനമൊന്നും അല്ലടാ, ഇത് കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആഭരണങ്ങളാ. രാജഭരണകാലത്ത് കണിമംഗലത്ത് വന്നു ചേർന്നതാ. ഓ, അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു. ഇതാണോ അത്? ആണോ? എന്നോട് മാത്രമേ എടുക്കാവൂന്നും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. പിന്നെ ഞാനും അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. പൗരാണികമായ ഒരു കാര്യമല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് ഞാനും കരുതി. ആഭരണങ്ങൾ അണിഞ്ഞാലല്ലേ മുത്തശ്ശി ഭംഗി കൂടുക. മുത്തശ്ശി ഇതേ എനിക്ക് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അതെങ്ങനെയാ ഇത് ഏട്ടത്തിക്ക് തരുന്നേ? എനിക്കും നല്ല കൊതി തോന്നി ഇത് കണ്ടപ്പോ. ഇതെന്താ അമ്മേ, തമ്പുരാട്ടിയുടെ മാലയുമായിട്ട്? തമ്പുരാട്ടിയുടെ മാലയോ? അപ്പോ ഇതിന്റെ ഐതിഹ്യമൊന്നും മുത്തശ്ശി നിന്നോട് പറഞ്ഞില്ലേ? പണ്ട് ചെമ്പറത്ത് കൊട്ടാരത്തിലെ രാജാവിനും രാജ്ഞിക്കും ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് 21 ദിവസം കണിമംഗലം കുടുംബമാണ് അഭയം കൊടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.